പിതാവായ യാക്കൂബ് എവിടെയാ? അലൈഹിസ്സലാം എവിടെയാ? ഫലസ്തീനിലാണ്, ഫിലസ്തീനിലാണ്, കൻആൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടുന്ന് യാത്രാ സംഘം പുറപ്പെട്ടപ്പോൾ ഖാല അബൂഹു, ബാപ്പ ഫലസ്തീനിൽ ഇരുന്ന് പറഞ്ഞു, ഇന്നി ലഅജിദു റീഹ യൂസുഫ്, എനിക്ക് യൂസുഫിന്റെ മണം ലഭിക്കുന്നുണ്ട്. ഹലോ ഹബീബിങ്ങളെ, ഈജിപ്തിൽ ഷർട്ടായിട്ട് പുറപ്പെട്ടപ്പോ മിസ്റിൽ കൻആനിൽ നിന്ന് യാക്കൂബിന് പറഞ്ഞു, ഖുർആൻ പറയാണ്, ഇന്നി ലഅജിദു റീഹ യൂസുഫ്, എനിക്ക് യൂസുഫിന്റെ മണം ലഭിക്കുന്നുണ്ട്. അതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഹൃദയത്തിൽ എഴുതി വെക്കും. നമ്മളിവിടെ മസാറിൽ വരുന്നപ്പോൾ അവിടെ മരിച്ചു പോയവരൊക്കെ മനസ്സിലാക്കും, അവർക്കറിയാം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ ചിലപ്പോൾ അറിയും. ശരീരബന്ധനമായ ശരീരത്തിന്റെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ആത്മാവുകൾ. നമ്മുടെ സാധാത്മാവിന് പോലും പവറുണ്ട്, മരിച്ചവരുടെ സാധാ ആത്മാവിന് പോലും പവറുണ്ട്. അങ്ങനെയാണെങ്കിൽ സയ്യിദും മൗലിയാക്കന്മാരുമായ ആളുകളുടെ ആത്മാവിന്റെ പവർ എന്തായി? അപ്പൊ കാപട്യം കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടൊന്നും ഈ മജ്‌ലിസിൽ ആരും വരികയോ പോവുകയോ നിഷേധിക്കാനും കുറ്റപ്പെടുത്താനും പറ്റണ്ട. ഇവിടെ എന്നല്ല, ഏത് വലിയനെയും നമ്മൾ നിഷേധിക്കാൻ പറ്റണ്ട. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അങ്ങനെ യാത്രാ സംഘം എത്തിയപ്പോൾ ഖാലൂ ഫലമ്മാ ജാഅൽ ബശീർ, യാത്രാ സംഘം വന്നപ്പോ അൽഖാഹു അലാ വജ്ഹിഹി, യൂസുഫ് നബിയുടെ ഷർട്ട് പിതാവായ യാക്കൂബിന്റെ മുഖത്തേക്ക് ഇട്ടു. ഫർതദ്ദ ബസീറാ, പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ഒരു ഷർട്ട് കൊണ്ട് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ഇത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താണ്ട് പോകും. കഥയല്ലേ, അത് ഖുർആനാണ്, നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ ഈ മസാഖിനൊക്കെ പച്ചപ്പുറപ്പ്, പച്ച അങ്ങനെ പറയാം പറ്റുന്നില്ല. അതൊക്കെ തലയിൽ വെക്കുമ്പോൾ അതൊക്കെ വേറൊരാൾ കാണുകയാണെങ്കിൽ അവർ സംശയം തോന്നും. അതവിടെ വെച്ചതുകൊണ്ട് അതിന്റെ ബറക്കത്തുണ്ടാവും. ഒരു കുട്ടി ജനിച്ച ബാങ്ക് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പാലിക്കുന്നു. ഇസ്ലാം യുക്തിഭദ്രമായ മതം തന്നെയാണ്. അതായത് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്, കുഞ്ഞുങ്ങളുടെ കാതിൽ പിശാച് മൂത്രിക്കുന്നു എന്ന് വെച്ചാൽ പിശാചിന്റെ ഒരു ആധിപത്യത്തിലേക്ക് ആ കുട്ടി വരും. അതുകൊണ്ട് ആദ്യം ആ കുട്ടി കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വചനമാണ്. പുതിയ തലമുറയിൽ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അടിസ്ഥാനപരമായി തുടക്കത്തിലെ നമുക്ക് പിഴച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ തല്ലിയിട്ടൊന്നും കാര്യമില്ല. കുട്ടി കുരുത്തക്കെട്ടാണ് MDMA ഉപയോഗിക്കുന്നത് നമുക്ക് കാര്യമില്ല. ആദ്യമേ പിഴച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെ നമ്മൾ ധിക്കരിച്ചു. പിശാച് ആ കുട്ടിയിൽ ആവേഗം നേടും. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ബാങ്ക് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹജ്ജിന് ഉംറക്ക് പോകുമ്പോൾ ആൾക്കാർ ബാങ്ക് കൊടുക്കും വീടിന്റെ അകത്ത് നിന്ന്. എന്തുകൊണ്ടാണ്? ട്രാവലിംഗ് എന്ന് പറയുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്, പിശാച് കയറും, അതുകൊണ്ട് ബാങ്ക് കൊടുത്തിട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. യാ അല്ലാഹ്, അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിങ്ങളെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും. രണ്ട് ക്വാളിറ്റിയാണ് വേണ്ടത്. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം പോലെ പുറത്തും, രണ്ട് ഹൃദയ ശുദ്ധീകരണവും. ഇതാണ് ഔലിയാക്കന്മാരുടെ മാനിഫെസ്റ്റോ. നിങ്ങൾക്കും എനിക്കും ആകാ ഔലിയ വേണമെങ്കിൽ പ്രവാചകത്വം അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. വലിയ ചിലരെങ്കിലും നമുക്ക് പ്രയത്നത്തിലൂടെ വലിയാകാനൊക്കെ പറ്റും. എല്ലാവരും അങ്ങനെയല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു സ്വന്തം പ്രയത്നത്തിലൂടെ വലിയ ആളാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പകരം അല്ലാഹു നിശ്ചയിച്ച ആളാണ്. ഇപ്പൊ ആ തെളിവ് പറഞ്ഞിട്ട് സമയം കളയണ്ടെന്ന് എഴുതിയിട്ടാണ്. ബവമുദേഗേന്ന് കുത്തുബായി വന്നോർ വാനമതളിലും കേളി മികന്തോവാർ. അവരാദ്യം തന്നെ വലിയായി വന്ന ആളാ. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ആദ്യം തന്നെ വലിയായി വരാനൊക്കെ പറ്റും, ആദ്യം പ്രവാചകനായി വരാൻ പറ്റും, എന്നതിനും പറ്റും. ഈസാ റൂഹുല്ലാഹി അലൈഹിസ്സലാം തൊട്ടിൽ കിടക്കുമ്പോ മറിയം ബീവി പ്രസവിച്ചില്ലേ ഹബീബേ? ഗർഭിണിയായത് ഭർത്താവില്ലാതെയാണെന്ന് നമുക്കറിയാം. അവര് വന്ന് ബീവി മറിയമിനോട് ചോദിച്ചു, മറിയമേ, നീ എന്തൊരു പണിയാണ് ഒപ്പിച്ചത്? ആരാണ് ഈ കുട്ടിയുടെ വാപ്പ?
അപ്പൊ മറിയം ബീവിക്ക് അല്ലാഹു വഹി കൊടുത്തു, തൊട്ടിലേക്ക് ചൂണ്ടിയിട്ട് കുട്ടിയോട് ചോദിക്കാൻ പറ. ചോര പൈതലിനോട് അവർ ചോദിച്ചു, മോനെ നീ ആരാ, എന്റെ വാപ്പയാരാ? കുട്ടി മറുപടി പറയുന്നത് ഖുർആനിലുണ്ട്, ബാലമംഗളത്തിലല്ല, ഫേസ്ബുക്കിലും വാട്സപ്പിലുമല്ല, ദഈഫുമല്ല. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് കിതാബ് ലഭിച്ചിട്ടുണ്ട്. വജഅലനി നബിയ്യാ, അല്ലാഹ് എന്നെ നബിയാക്കിയിട്ടുണ്ട്. അന്ന് നന്നായി ആലോചിക്കുന്ന ആയത്ത്, അല്ലാഹ് എപ്പോഴാണ് ഈസാ നബിയെ നബിയാക്കിയത്? എപ്പോഴാണ് ഈസാ നബി കിതാബ് കിട്ടിയത്? റസൂലുള്ളാഹി കിതാബ് കിട്ടിയത്, നബൂവത്ത് കിട്ടിയത് എപ്പോഴാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ, പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈസാ നബി ജനിച്ചപ്പോഴേ കിതാബ് കിട്ടിയിട്ടുണ്ടോ? അവരുടെ കയ്യിൽ കിതാബൊന്നും ഇല്ലല്ലോ, പിന്നീട് കുറെ കഴിഞ്ഞിട്ടല്ല കിട്ടിയത്. അപ്പൊ അവർ അള്ളാഹിന്റെ അടുത്ത് തന്നെ പ്രവാചകനായിട്ട് വരുന്നത്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അതാ പറഞ്ഞത്, ഖുതുബായി വന്നോവർ വാനമദളിലും കിളിമികന്തോവർ. അങ്ങനെ വരുന്ന ഔലിയാക്കന്മാരുമുണ്ട്, പരമമോശമായി നടന്ന് വലിയായവരുമുണ്ട്. ബഗ്ദാദിൽ ഒരു രാത്രി മഴ പെയ്യുകയാണ്. തന്റെ ബാറ് അടച്ചിട്ട്, കള്ള് ഷാപ്പ് അടച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നു. മഴവെള്ളത്തിന്റെ ഓളപാളികളിൽ ഒരു കടലാസ് കൊണ്ട് തെന്നി ഒഴുകുന്നുണ്ട്. ഒരു കൗതുകത്തിന് വേണ്ടി അയാൾ അത് കയ്യിലെടുത്തു. കുടിച്ച അവസ്ഥയിലാണ്, കയ്യിലെടുത്തു. അത് കയ്യിലെടുത്ത് വായിച്ചപ്പോൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ വചനപ്രസാദം. അയാൾ ഞെട്ടി. ഏതു പാപിയായ മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു അവസാനത്തെ കണികയുണ്ടാവും. അല്ലാഹു ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. ഈമാന്റെ ഒരു കണി എന്താ ഉണ്ട്? ഏത് തെറ്റ് ചെയ്യുന്ന മനുഷ്യന് ഈമാൻ ഉണ്ടാവും. നമ്മള് ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ പാടെ നിഷേധിച്ചവൻ നരകവാസിയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് കളയരുത്, നിഷേധിച്ച് കളയരുത്. നമ്മളിപ്പോൾ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? മനുഷ്യനാണ്, നമ്മൾ മലക്കല്ല. ഒരു തെറ്റ് ചെയ്തു പോയാൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ അവനെ ഉപേക്ഷിക്കും. കാരണം എന്താണ്? ഓ നരകത്തിന്റെ ആളാണല്ലോ, ഇവനാണല്ലോ നരകത്തിന്റെ ആളെ തീരുമാനിക്കുന്നത്. നോക്കൂ, അത് തെറ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ ഈമാൻ പോകും, ഈമാൻ അല്ലാഹുവിനെ പിൻവലിക്കും. ഇപ്പൊ ഒരാള് ആത്മഹത്യയാണ്, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു ഈമാൻ പിൻവലിക്കും. ഒരാൾ കള്ളു കുടിക്കുകയാണ്, കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലാഹു ഈമാൻ പിൻവലിക്കും. ഒരാൾ സിനിമ കാണാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു ഈമാൻ പിൻവലിക്കും. അപ്പൊ ഒരാൾ തിയേറ്ററിൽ നിന്നിട്ടാണ് മരിച്ചതെങ്കിൽ അയ്യത്തൊക്കെ സംസ്കരിച്ചോളി, പക്ഷെ ഉറപ്പാണ് ഈമാൻ ഇല്ലാത്ത മരണമാണ്. കാരണം അയാൾ ഹറാമിലായിരിക്കുന്ന സമയത്താണ് മരിച്ചത്. ഈമാനും ഇത് മരിക്കണമെങ്കിൽ പാപവും ഈമാനും തമ്മിൽ യോജിപ്പില്ല. ഒരാൾ കള്ളിങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മുസ്ലിം അല്ലാതാകുന്നില്ല. ഒരാൾ കള്ളുടിച്ചൊന്നും മുസ്ലിം ആകുമൊന്നുമില്ല, കാഫറാകുമൊന്നുമില്ല. അത് കുടിച്ച് കഴിഞ്ഞിട്ട് അയാൾ ജുമാക്കും വരുന്നുണ്ടാവാം. പക്ഷെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ പിൻവലിക്കും. ആ സമയത്താണ് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈമാൻ ഇല്ലാത്ത മരണമായി. അതൊക്കെ ഔലിയാക്കന്മാർ, ഞാൻ ആദ്യം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുത്ത് ആദ്യം തന്നെ ഔലിയായി വന്നവരുണ്ടാവും, വളരെ മോശാവസ്ഥയിൽ നിന്ന് വലിയായവരുണ്ടാവും. ചില ആൾക്കാർ മജ്ദൂബീങ്ങളായിരിക്കും. അവരൊന്നും നമ്മൾ നിഷേധിക്കാൻ പോകണ്ട, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ളവരായിരിക്കും. ചില ആൾക്കാർ അവർ വലിയാണെന്ന് അവർക്ക് അള്ളാഹു മറച്ചു വെക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില ആൾക്കാരുടെ വിലായത്ത് അള്ളാഹു ഇൽമു കൊണ്ട് മറച്ചു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. അദ്ദേഹം വലിയാണെന്ന് അക്കാലത്താരും പ്രസംഗിച്ചതായി കേട്ടിട്ടില്ല. ഇപ്പൊ ചിലരൊക്കെ പറയാൻ തുടങ്ങി. വിലായത്ത് ചിലപ്പോൾ ഇൽമു കൊണ്ട് മറച്ചു. നിങ്ങളൊക്കെ ഓട്ടോ ഡ്രൈവർ ചിലപ്പോൾ വലിയാവും, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ വലിയാവും, നമുക്ക് നിഷേധിക്കണ്ട, ആണെന്നും പറയേണ്ട, തെളിവില്ലാത്തോടത്തോളം. പക്ഷെ നമ്മൾ ആരെയും നിഷേധിച്ച് കളയണ്ട. അള്ളാഹുവിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. ഇവിടെ നിഷേധങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും നമ്മൾ നിസ്സാരാക്കണ്ട. ഈ കടലാസ് കൊണ്ടിൽ ബിസ്മി കണ്ടു, അദ്ദേഹം അത് കഴുകി ശുദ്ധിയാക്കി ബഗ്ദാദിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല അത്തർ പൂശി അലമാരയിൽ കൊണ്ടുപോയി വെച്ചു. കള്ളുടിയാനാണ്, 3 ബാർ നടത്തുന്ന ആളാണ്.
ആ രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒരു അശരീരി മുഴങ്ങി, ബിശ്രേ, നീ എന്റെ നാമത്തെ സുഗന്ധപൂരിതമാക്കി, നിന്റെ നാമത്തെ ഞാൻ രണ്ടു ലോകത്തും സുഗന്ധമാക്കുകയാണ്. അശരീരി, കിനാവല്ല, ലൈവായി ശബ്ദം. അദ്ദേഹം എഴുന്നേറ്റ് ഓടി ബഗ്ദാദിന്റെ തെരുവിലൂടെ താജുൽ ആരിഫീൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ ഹദറത്തിൽ പോയി. പാതിരാത്രി വാതിലിൽ മുട്ടി, മഴയുള്ള രാത്രി. അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ ബഗ്ദാദിലെ കള്ള് കച്ചവടക്കാരൻ മുന്നിൽ. ഈ വാതിൽ തുറന്ന ആള് മഹാനാണ്, വലിയാണ്. അവർക്കെല്ലാരോടും ജാതി മതഭേദമന്യേ സ്നേഹം ഉണ്ടാവും. ഈ ഉറൂസിൽ മുസ്ലിങ്ങൾ ഭക്ഷണം കൊണ്ടാകാറില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പുത്തമ്പള്ളി ഉറൂസിൽ പ്രസംഗിച്ചു. ഹിന്ദുക്കളുടെ നീണ്ട നിര, എല്ലാ മസാറിലും അങ്ങനെയല്ലേ? അവർക്ക് ജാതി മതഭേദങ്ങളില്ല. അള്ളാന്റെ അടിമകളായിട്ടാണ് അവർ ആളുകളെ കാണുക. അവരെ ആക്ഷേപിച്ചാലും അവരവരോട് തിരിച്ചൊന്നും പറയാൻ പോകില്ല. പക്ഷെ അള്ളാഹു ഇടപെടും. എന്റെ വലിയനോട് ആരെങ്കിലും കണ്ട, ഞാൻ ആ മുസ്ലിം എന്ന് പറഞ്ഞപ്പോ തന്നെ 2-3 ആൾ വന്നു. അള്ളാഹു അവർക്കൊക്കെ വർക്കത്തോർക്കട്ടെ. എന്റെ വലിയനോട് ആരെങ്കിലും അദാവത്ത് കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞതായി ഹദീസ് ഖുദ്സി. പക്ഷെ ഔലിയാക്കന്മാർക്ക് ദേഷ്യം ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം വേറെ നോക്കൂ. വാതില് തുറന്നു, പറഞ്ഞ ചെറുപ്പക്കാരൻ ഉള്ളിലിരുത്തി ചോദിച്ചു, എന്താണ് ഈ രാത്രിയിൽ ഇങ്ങനെ കരഞ്ഞു വന്നേക്കണ്? അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, തങ്ങളെ, ഇവിടെ ആലോചിച്ചോക്കാണ്, ഒരു പ്രയാസം ഉണ്ടായപ്പോ അവർ അവലാതി പറയാൻ വന്നത് ബഗ്ദാദിലെ വലിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ്. നമ്മളൊക്കെ ഇവിടെ വരുന്ന എന്തിനാണ്? അതേ ചോദിച്ചു, എന്തിനാ ഞങ്ങൾ കരയണത്? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ മഹാപാപിയാണ്. പക്ഷെ ഇത് കണ്ടു ഞാനത് ശുദ്ധീകരിച്ചു വെച്ചപ്പോ ഇതങ്ങ് കേട്ടപ്പോ കരയാൻ തുടങ്ങി. ഔലിയാക്കന്മാർ അള്ളാനെ മനസ്സിലാക്കിയവനെ നമ്മൾ മനസ്സിലാക്കണം. ലോകത്തോട് മുഴുവൻ സ്നേഹം, എല്ലാരോടും ജാതി മതഭേദമന്യേ സ്നേഹം. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ? ഈ മസാറിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരോട് ശത്രുത, വെറുപ്പ്, മറ്റുള്ളവർ നശിക്കണം, മറ്റുള്ളവർ വർഗീയത, തീവ്രവാദം, അങ്ങനെ ലോകം ഇങ്ങനെ ഇടുങ്ങിക്കൊണ്ടിരിക്കുക. എന്താ നമുക്ക് മനസ്സൊന്ന് സോഫ്റ്റ് ആയാൽ? ഞാൻ എൻ്റെ കാര്യം പറയാം. നമ്മൾ ഈബത്ത് പറയാത്തൊരു ദിവസം നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്നുണ്ടോ? ഒരാൾ എങ്ങനെയാണ് നശിക്കണമെന്ന് കരുതാത്ത ഒരു ദിവസം മനസ്സ് നന്നാകാതെ ഔലിയാക്കന്മാരുടെ മാർഗത്തിൽ തന്നെ എത്തില്ല. കുറെ ചെല്ലിയിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സ് നന്നാണ്. ഔലിയാക്കന്മാർ അതിനു വേണ്ടിയാണ് നിയോഗിച്ചത്. അള്ളാഹു നമുക്ക് ഹൃദയത്തിന് വെളിച്ചം നൽകട്ടെ. ആ ചെറുപ്പക്കാരൻ ശിഷ്യപ്പെട്ടു. ശൈഖായ ഫുളൈൽ റളിയല്ലാഹു അൻഹു ശിഷ്യപ്പെട്ടു. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത പ്രേമമാ. വർഷങ്ങൾ കടന്നുപോയി. 100 കണക്കിന് ശിഷ്യഗണങ്ങൾ ഉണ്ടായി. മഅരിഫത്തിന്റെ മഹാസാഗരം നീന്തിക്കടന്നു. അദ്ദേഹം ശിഷ്യനായത് മുതൽ പിന്നെ ചെരുപ്പ് ധരിച്ചില്ല. അത് അദ്ദേഹത്തിന് സ്വന്തമായ തീരുമാനം. ഞാനിനി ചെരുപ്പ് ധരിക്കില്ല. മഹാപാപം ചെയ്തു പോയില്ലേ, അതുകൊണ്ട് ശരീരത്തിനോട് ഒരു പ്രതിഷേധം പോലെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ പിറകിൽ അൽ ഹഫീ എന്ന പേര് ചേർന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്തായി? ബിശ്റുൽ ഹഫീ. ഹബീബിങ്ങളെ, ഖസസുൽ ഔലിയ എന്ന കിതാബിൽ മഹാനായ ബിശ്റുൽ ഹാഫിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അശ്ശൈഖ് ബിശ്റുൽ ഹാഫി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പാപിയായ മനുഷ്യൻ മഅരിഫത്തിന്റെ ആകാശം തൊട്ടു. ബഗ്ദാദിൽ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ മസാറിൽ മാത്രമാണ് നഅലെ ശരീഫിന്റെ രൂപമുള്ളത്. പുണ്യ നബിയുടെ ചെരുപ്പിന്റെ രൂപം അവിടെ മാത്രമാണ്. അവിടെയുള്ള ഖാദിമിനോട് ഞാൻ ചോദിച്ചു, ബഗ്ദാദിലെ മറ്റൊരു മസാറിലും ഇത് കാണുന്നില്ല, ഇവിടെ മാത്രം എന്താണ്? ഞാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മസാറിൽ പോയി, അവിടെ ഇല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മസാറിൽ പോയി, അവിടെ ഇല്ല. ഹബീബേ,
ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് സിർറിയുസ് സഖതി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അൽ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു, ഇവരുടെ ഒന്നും മസാറിലില്ല. ഹല്ലാജ് റളിയല്ലാഹു അൻഹു മസാർ അവിടെയുണ്ട്, അവിടെയുമില്ല. മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മസാറിൽ പോയി, അവിടെയില്ല. മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, അവിടെയില്ല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടെയില്ല, കൂഫ ബസറ. സ്വർഗാവകാശികളിൽ ഒരാളായ സുബൈർ റളിയല്ലാഹു അൻഹു ഇല്ല, അവിടെ ഇല്ല. പക്ഷെ ഈ മഖാമി അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു അവിടെയും ഇല്ല. ഞാൻ ചോദിച്ചു എന്തേ ഇവിടെ മാത്രം? അപ്പൊ അവർ പറഞ്ഞ മറുപടി ബഗ്ദാദിലെ മുഹിബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇദ്ദേഹം. മാഷാഅല്ലാഹ്, വിലായത്തിന്റെ ഒരു പദവി കയറണമെങ്കിൽ റസൂലുള്ളാഹിനോട് അമിതമായ സ്നേഹം കാണിക്കണം. അത് കാണിച്ചവരാണിവർ. എല്ലാ വലികളും വലികളായത് ഞാൻ എന്റെ സീബാവ കാൽവശിയെന്നോ പറഞ്ഞു ശരിയിലാനി തങ്ങൾ പറഞ്ഞതുപോലെ ഹബീബിനെ ശൈഖാക്കുമ്പോഴാ ഒരാൾക്ക് വിലായത്ത് ലഭിക്കുക. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. അതുകൊണ്ട് ആരെയും നിഷേധിക്കണ്ട. ഇതൊരു കടലാണ്, ഇതൊരു കടലാണ്, മാരിഫത്തിന്റെ കടൽ. വാരിയെടുത്തോളൂ, മുത്തുഞ്ചിപ്പിയും. അവിടെ മുത്തുണ്ട്, രത്നമുണ്ട്, ഗോമേതകമുണ്ട്, മരതകമുണ്ട്, വജ്രമുണ്ട്, വൈഡൂര്യമുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, യാഖൂത്തും വമർജാൻ അതുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിന് ഒരു വെളിച്ചം വരണം. പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം വരണം. ആ വെളിച്ചം അല്ലാഹു പറഞ്ഞവൻ കേട്ടവൻ നൽകട്ടെ. വാഹൃദാവത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.